ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ വരവ് കണ്ടിട്ട് പേടി തോന്നുന്നു. ഒരു ലോഡ് അസഭ്യം ഉണ്ടെന്നാ തോന്നുന്നത്. രുക്മിണി, ഇവർക്കാർക്കും ആ ഭാഷ നല്ല പരിചയമില്ല. അതുകൊണ്ട് എന്നോട് മാത്രം പറയും. എനിക്ക് പഠിക്കുകയും ചെയ്യാലോ. ഇവരെ വിട്ടേക്ക്. അയ്യോ, ഞാൻ വഴക്കിനും വയ്യാവേലിക്കൊന്നും വന്നതല്ല. പിന്നെ അന്ന് വന്നത് എന്റെ മോളുടെ അവസ്ഥ കണ്ട് ദേഷ്യം വന്നിട്ടാ. വേണുവേട്ടാ, രാധമ്മേ, പ്രിയേ, നിങ്ങൾ എന്നെ ശത്രുവിനെ നോക്കുന്നത് പോലെ നോക്കരുത്. അതെ, ഞാൻ ഇന്ന് വന്നത് ബന്ധുമുറയില്ല, സന്തോഷം പങ്കുവയ്ക്കാൻ. എന്റെ മരുമകൾ ശ്രീലക്ഷ്മിക്ക് വിശേഷമല്ലേ, അതറിഞ്ഞു വന്നതാ രാധമ്മേ. രുക്മിണി ഇരിക്കെ. അയ്യോ, ബന്ധുക്കാരി അങ്ങോട്ട് ഇരിക്കെ ബന്ധുക്കാരി. ആദ്യം ഒന്ന് പകച്ചു എന്നുള്ളത് സത്യ. അതൊക്കെ എനിക്ക് മനസ്സിലാവും വേണോട്ടാ. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ. എല്ലാവർക്കും അക്കാര്യത്തിൽ നല്ല വിഷമമുണ്ട്. എപ്പോഴും വിഷമം പറഞ്ഞിരിക്കാൻ പറ്റുമോ രാധമേ? അന്നൊരു സങ്കടമാണ് നിങ്ങൾ എനിക്ക് തന്നതെങ്കിൽ ഇപ്പൊ എനിക്ക് തന്നത് സന്തോഷമല്ലേ? വേണുവേട്ടനും രാധമയും ഇനി 3-4 മാസം കഴിയുമ്പോ അപ്പനും അമ്മൂമ്മയൊക്കെ ആവും. ഇനി രുക്മിണി അമ്മൂമ്മയാവും. ഞാനവളെ മരുമകളാക്കി വീട്ടില് വിളിച്ച് വാഴിക്കാം. പഞ്ചാമൃതവും പാലമൃതവും കൂട്ടി പരിപോഷിപ്പിക്കാം. എന്റെ മകന്റെ കുഞ്ഞ് അവളുടെ വയറ്റി വളരണ്ട. അതിനായി ലോഹ്യം കൂടൽ. ശ്രീലക്ഷ്മി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ഉണ്ടല്ലോ രാധമേ, ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. അയ്യോ വേണ്ട വേണ്ട, രാധമ്മ എവിടെ നിക്ക്. ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമെങ്കിലും കുടിക്കും ചേച്ചി. ഒരു ബന്ധു മുറക്കി നാരങ്ങ വെള്ളം കുടിച്ചാലേ ബന്ധമുള്ളോ? മുണ്ടയ്ക്കലമ്മേ, നമ്മൾ എത്ര കാലം ഇങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്നു. രുക്മിണി ആന്റി ശ്രീലക്ഷ്മിയെ കാണാൻ പോയോ? അതെ, ഞാൻ അവരെ രണ്ടുപേരെയും കൂടി വീട്ടിലേക്ക് വിളിക്കാൻ പോവാ. അയ്യോ, എല്ലാം മറന്ന് ഞാൻ അവളെ സ്വീകരിക്കും. ബാക്കിയുള്ള കാലം ഒരമ്മൂമ്മയായി തന്നെ ജീവിക്കാം. പിന്നെ എന്റെ മകൻ ഹരീഷ് ഒരു ദുരഭിമാനിയാ. ഞാൻ വിളിച്ചാ വരുമെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. സ്വന്തം മകനല്ലേ രുക്മിണി, അമ്മ വിളിച്ചവന് വരാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയില്. ശ്രീലക്ഷ്മി രുക്മിണി ആന്റിയുടെ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും വന്ന് കാണാലോ. അതാണ്. അതുമല്ല, 6-ാം മാസത്തില് ഞങ്ങൾക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. അതെ. അപ്പൊ ശരി, ഞാൻ ഇറങ്ങുവാ.